ഭിത്തിക്കകത്തൊന്നും ആരോ ഇട്ട് പൊട്ടി വെളിയിലേക്ക് തള്ളി വന്നു. ഒരു ദിവസം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഭിത്തിയുടെ അവസ്ഥ ഇതുപോലേക്കാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, അമ്മയ്ക്കറിഞ്ഞൂടാ, ചേച്ചിക്കറിഞ്ഞൂടാ. ഈർപ്പത്തിന്റെ അംശം. നമ്പർ 2 വീട്ടിൽ തേച്ചിരിക്കുന്ന പാറപ്പൊടി കൊടുക്കണം. നമ്പർ 3 നമ്പർ 4 ഒക്കെ കമന്റ് ബോക്സിൽ വരുമായിരിക്കും. പുറത്തേക്ക് നമ്മൾ കുട്ടിപ്പാളയം നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തൊക്കെ സാധനങ്ങളാണ് പുറത്തേക്ക് തള്ളിയതുകൊണ്ട് ഇപ്പം ബന്ധുപുരവിയാണ്. join with National Highway 948.
ഇല്ല അല്ല ഇവിടെ ഡോറുണ്ടെന്ന് തോന്നുന്നു. 113 ഒന്ന് പീരി വിളിച്ചാണോ പറഞ്ഞാലോ? ഭാഷ അറിഞ്ഞൂടെല്ലാം തമിഴ് പേസണം തമിഴ് தெரியுமா തമിഴ് പാണ്ടിയാ ഒരു ബാർകോഡ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊക്കോളം അയാൾ പൊക്കോളം പറയുന്നത് അയാൾ മറ്റേ അതിനകത്ത് നമ്മുടെ വണ്ടി നോക്കി അല്ല മറ്റാ പറഞ്ഞോളൂ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നമ്പർ പ്ലേറ്റ് നോക്കി റെസ്പെക്ട് ആണ്. പക്ഷെ നമ്പർ ആരോട് റെസ്പെക്ട് മാറും. അവിടെ പിണറായിയുടെ ആളാ. அண்ணே நம்மள எங்க இருக்கு? நாங்க தமிழ்நாட்டுல இருக்கு. தமிழ்நாட்டுல അമ്മായിടം തമിഴ് ഒതന്റിക് കേരള തമിഴ്നാട്ടിൽ വെച്ചിതു ചായ കയറുണ്ട് 4 ടീ 2 വിത്തൗട്ട് 4 ടീ 2 വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് തേയില இங்க நோக்கு தம்பி இங்க நோக்கு தம்பி ஓகே ஏய் தம்பி தம்பி சாம்பார் குருமா குருமா ഒരു കുറച്ചുകൂടെ മുമ്പ് അടുത്ത 3 സുഖാണ്. വീട് കണ്ടോ? ഇല്ല അവിടുന്ന് ഇറങ്ങി വരുന്നോണ്ട് അവിടെ ഫോണിന് എത്ര അടി താഴെ വന്ന് നമ്മള് പേടിയോ മല കെട്ടി ഇറങ്ങും. ഇങ്ങോട്ടാ പോലെ റൈറ്റ് ഇവിടെ വണ്ടി ഇടിച്ചു നോക്കണോ? അത് ഒതുക്കിയിട്ടേ സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് സ്കൂൾ ബസ് ഒന്നും ഇല്ല. ശരിയാ സത്യം. ഇവിടെ പിന്നെ സ്കൂൾ ബസ് കയറും പോലെ കേട്ടോ. കുറച്ച് ബ്ലൂ കാണിക്കുന്നത് ഒറ്റയ്ക്കാണ് കേട്ടോ. ഓടിച്ചു കൊള്ളാം. ഇവിടൊക്കെ മറ്റേ ഫാൻ്റെ ലീഫ് അല്ലേ? എന്തുവാ ഇവിടെ ഫാൻ്റെ ലീഫ് കേട്ടെ എൻജോയ് ഇതേ വരുന്നില്ല. ഓട്ടയ്ക്ക് കുഴപ്പമില്ല. അയ്യോ മുട്ടുമുട്ടി പോകണ്ട. അതൊക്കെ അവര് പ്രോപ്പർ റോഡ് അനലൈസിസൊക്കെ ചെയ്തിട്ട് അവര് കൊണ്ടുവരുന്നുണ്ട്. അതിന് പകരം ഇവിടെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യണം. പിടിച്ചു നോക്കാൻ മതി. ഇച്ചു നോക്കി നോക്കാം. ചെയ്യാൻ പറ്റില്ല.
kilometers, turn left into Bangalore Highway 51 Road. ഹസ്ബൻഡ് കൂടെ ലോറി ഓടിച്ചു പോകുന്നത് ഇവിടെ അവര് പറയാൻ പോകണ്ടത് വഴി കുക്ക് ചെയ്യുന്നതൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വഴി ആരൊക്കെ ഇവിടെ പറയാൻ പോകണ്ട അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല ചാനൽ അത് ഭയങ്കര രസമാണ് ഒരു വീഡിയോസ് ഒക്കെ ചേർക്കല്ലേ അടുത്ത സൈഡ് ആ ചേർക്കല്ലേ ഇപ്പൊ മുട്ടിയില്ലെന്ന് പറഞ്ഞു അവരോട് പോകണ്ട ഞാൻ പറഞ്ഞു അവരോട് കേൾക്കണ്ടേ സർക്കാരിന്റെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒതുക്കാൻ കിട്ടത്തില്ല ഇവിടുത്തെ സ്ലോ ചെയ്തിട്ടുണ്ട് നമ്മൾ പണിയായി പാടിനെ കൂട്ടാനെല്ലാം ആ മറ്റേ കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മള് മൂന്നാറിലോട്ട് മായാവിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഈ പ്ലാസ്റ്റിക് ഇടല്ലേ കുട്ടൂസിനും മായാവി ഡാഗിനിയും ഒരു കുപ്പി തപ്പി കിടക്കുകയാണ് കുപ്പി തപ്പി നടക്കുവാണ് നിങ്ങൾ കുപ്പി ഇട്ടാൽ ഒബ്വിയസ്ലി അവരത് എടുക്കും എന്നിട്ട് എന്നെ അതിനകത്ത് അടയ്ക്കുകയും ചെയ്യും കാണിച്ചു തരാം. അവൻ എടുക്കാനാടേ ഒഴിയൊന്ന് പോയി പക്ഷേ ഇതിലൊരു മന്ത്ലി മെയിൻ്റനൻസ് ഇത് ചെയ്യുന്നില്ല മന്ത്ലി അല്ലെങ്കിൽ ഇയർലി മെയിൻ്റനൻസ് ചെയ്യണം എവിടാ അപ്പോൾ കുറേ എടുത്ത് അടിച്ചു കിടക്കുന്നു മറ്റേ നമ്മൾ മുമ്പേ കണ്ടെടുത്ത് ആ ഇതേ ഇല്ല ഡിവൈഡറേ ഇല്ലാത്ത ഇവിടെയൊക്കെ പാലം പൊളിഞ്ഞ് കിടക്കുക അതല്ല നാലാമത്തെ സ്ഥലത്ത് വീഴാൻ പോവാം നല്ല ഓടുണ്ടല്ലോ നമ്മുടെ കാറുണ്ട് ഓർമ്മകളെ അവളിപ്പോ മറ്റേ ഇല്ല സാധനം വെച്ച് ട്രാവൽ ചെയ്യാറുള്ളൂ തായ്ലൻഡിൽ ആന അല്ല ആ ഡ്രസ് എവിടെന്നാ ഓൾറെഡി മോള് രണ്ടെണ്ണം ഇന്നാള് വാങ്ങിച്ചായിരുന്നു അതിന് പുറമെ മധുരവെപ്പിന് ഒരെണ്ണം പിന്നെ കൽക്കണ്ട കഴിക്കുന്നതിന് ഒരെണ്ണം ഇനി ഹണിമൂണിന് വേറൊരെണ്ണം കല്യാണത്തിന് വേറൊരെണ്ണം അത് ആളുടെ ഓർക്കണം മോളിനെ പറ്റിയല്ല പറഞ്ഞത് റോഡോ സെയിൽസ് ടാക്സ് വന്നിട്ട് അലമാരി ചെക്ക് ചെയ്യും വരുമാനത്തിൽ കവിഞ്ഞ ഡ്രസ്സുകൾ അതും ഡൽഹിയിൽ കുറെ ഇരിപ്പുണ്ട് പിന്നെ തേവലക്കര ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് കുണ്ട്ര ഇരിപ്പുണ്ട് പിന്നെ ഇല്ല ഇല്ല ഒന്ന് രണ്ട് മൂള മറ്റേ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് നെഗ്ലിജ് വള്ളി ക്ഷേത്രം പാണ്ഡവർ ആ മല കണ്ടോ അതുകൊണ്ടാണ് എക്സാക്ട് സർക്കിള് കണ്ടോ ആ കാരണം ആ മല കാണാമല്ലോ ഇങ്ങനെ ആ ഒരു മല മാത്രം ഇങ്ങനെ ഒരു അതെ ഒറ്റപ്പെട്ടൊരു മല അതെങ്ങനെ അത് വന്നേ മേളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടു മേളിൽ നിന്ന് തപ്പിട്ടോ നമുക്ക് ബസ് എടുത്ത് ജംഗ്ഷനിൽ പോയിട്ടോ അതാണ്ട് ഇതാ അമ്പലത്തിന്റെ വഴി ഇതുകൊണ്ട് കണ്ടോ ആ അമ്പലത്തിന് വാതിക്കടുത്ത് പോയിട്ടോ ആ സർക്കിളിന്റെ മേളിലോട്ട് കയറ്റിട്ട് വരായിരുന്നു നമ്മള് ഈ വഴി ആ മേട്ടുപ്പാളയം ടച്ച് ചെയ്യാതെ നമ്മൾ നേരെ മേട്ടുപ്പാളയത്ത് സാറിന് പുറമോട്ടാവും എന്നാലും ഇനി എന്റെ സംശയം ഇതാ ഇത് ചോദിക്കുന്നതിന് ആൻസർ അതാ ഈ വേറെ എങ്ങും മലയില്ല മേളിൽ നിന്ന് മറ്റൊരു സ്കൂപ്പ് ഒരു അപ്പിയിട്ട പോലെ എങ്ങനെ ഈ മല മാത്രം ഇവിടെ വന്നത്
നാച്ചുറലായിട്ടാരും അല്ല ഒരു പക്ഷേ ബാക്കിയൊക്കെ ഇടിച്ച് വരുത്തി കാണുമ്പോൾ അവിടെ മാത്രമാണ് ഒരു മല പോയി ഇതിപ്പോൾ ഹൈവേയുടെ ഉത്തരവാദമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെ കൊണ്ടുപോയി. അതെ. അതിന്റെ മണ്ടയിലൊക്കെ ആടുതാമസം ഉണ്ട് കിലോമീറ്റർ മാത്രം നോക്കിയാൽ മതി കുറച്ചുണ്ടോ ഇല്ലയോ എന്നുള്ളത് സമയം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് 100 കിലോമീറ്റർ അവിടെ ചെല്ലുന്നുണ്ട് ഒരു മെയിൻ റോഡിൽ കയറി കിട്ടണം അവിടെ നേരെ പാലക്കാട് കേരളം കേറി. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ പ്രയാണം താണ്ട ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് കാലെടുത്തെടുത്തു.
ടയറെടുത്ത് കുത്തിയിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ നമ്മളെ കോയമ്പത്തൂർ കഴിഞ്ഞൊന്നും അറിഞ്ഞതേ ഇല്ല. വാളയാർ പരമശിവയുടെ ആണെങ്കിൽ ഇപ്പൊ ഉണ്ടാവും സ്പിരിറ്റ് ലോറിയായിട്ട്. ഇവിടെ ഷൂട്ട് ചെയ്തത് കേരളത്തിൽ കയറിയിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു അവസാനം 4-5 ദിവസം കഴിഞ്ഞിട്ട്? 5 ദിവസത്തിന് ശേഷം കേരളത്തിന്. ഈ 3.5 വർഷം ഞാൻ 5 വർഷം. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും വലിയ വിസിറ്റർ മുമ്പേ. എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് കേരളത്തിൽ കയറിയിട്ട്? വളരെ കാറ്റിന് വരെ ഒരു വ്യത്യാസമുണ്ട്. ഒരു നല്ല എനർജി. ഫുൾ പവറായോ? ഫുൾ പവറായി. എത്ര ദിവസം നമ്മൾ എന്നാ കയറി? 21 നമ്മൾ ലാസ്റ്റ് മൺഡേ 22nd. എങ്ങനെ ഫീൽ ചെയ്യുന്ന കേരളത്തിൽ കയറിയിട്ട്? വളരെ സന്തോഷം തോന്നുന്ന ഫീലിംഗ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചാലേ വാളയാറുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, കേരളം ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു പിന്നെ കപ്പ ഇല്ലാത്തൊന്നുമില്ല. ആ അതെ, നിന്നെ ഈ കാറ് കയറ്റി കാറ് കയറ്റി കഴിഞ്ഞു. അവള് കേരളത്തിൽ തന്നെ ആയിട്ട് ബയറോടെ എത്തിയത്. എന്താ? ആ ഞാൻ തിരിച്ചു. ഫ്രീസ് ചെയ്തോ നീ? കാണോ ഭക്തേശ്വരൻ്റെ കൊച്ചി, ചില പാലക്കാട്, പരമശിവന്റെ പാലക്കാട്. പച്ചപ്പും ഹരിതാപവും മദ്യവും മയക്കുമരുന്നും വനിതാരക്ഷയുള്ള പാലക്കാട്. പാവപ്പെട്ടവരുടെ പാലക്കാട്, കൊച്ചമ്മമാരുടെ പാലക്കാട്. Speed camera, limit 80. അതങ്ങനെ 80 ആയപ്പോൾ അത് പല സ്കീം. ഒരു സ്ഥിരതയില്ലാത്ത അപ്പോൾ ഇങ്ങനെ പോകുന്ന പറക്കും കേട്ടോ. ആ ഇപ്പോൾ ഉള്ള കറക്റ്റ് വന്നു കേട്ടോ. 80 എവിടെ? ആ ഓക്കെ 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 എഴുതിയിട്ടുണ്ടല്ലേ. നാളെ എറണാകുളത്ത് നടന്നിട്ട് ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല. ഇത് കാണാം. പൂരമന എന്ന് പറഞ്ഞ കൊച്ചി
എങ്ങനെയാണ് കാറിന്റെ പല സെറ്റിങ്ങുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇന്നാണ് നമ്മൾ ഇത്ര സംസാരിച്ചത്. വായിലെ വെള്ളം പറ്റിയിരുന്നത്. നമ്മുടെ വീടെത്താൻ ഇനി എത്ര 8.5 കിലോമീറ്റർ. മറ്റേ കോളേജിൽ നിന്ന് ടൂർ പോയി കഴിഞ്ഞിട്ടേ തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടം. ആ ഒരു സ്കീമാണ്. അയ്യോ യാത്ര കഴിഞ്ഞല്ലോ, നാളെ വേറെ പരിപാടി, നാളെ ജോലിക്ക് പോകണമല്ലോ. നമ്മൾ ഇന്നലെ ആംബുലൻസിൽ ഇറങ്ങി അങ്ങോട്ട് ആളെത്തിയില്ല, ഓടിച്ച് പെട്ടെന്ന് എത്തിയതുപോലെ എനിക്ക് 13 മിനിറ്റിൽ നമ്മൾ വീട്ടിൽ എത്തും. നമ്മുടെ തേവലക്കര ഭവന്റെ എല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ? ഓടിച്ചെത്തില്ല. നമ്മുടെ ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മള് സ്പീഡ് ഏറ്റവും 142 വരെ ടച്ച് ചെയ്ത നിന്നായിരുന്നു. വേറെ ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു. ചെറിയ ഒരു ഒരസലുണ്ടായി. നമുക്കൊരു പാഠമായിരുന്നു, ലെസൺ ആയിട്ട് നമുക്ക് കിട്ടിയത്. വലിയ റിഗ്രറ്റ് അതിനകത്തില്ല. വലിയ റിഗ്രറ്റ് ഇല്ല. സങ്കടം ഉണ്ടെങ്കിലും നമുക്കൊരു നമ്മള് വേറെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ച ഒരു ബൈക്കും കിട്ടി. പുതിയ ഐറ്റം കേട്ടോ. ക്രിസ്മസ് വൈബാണ്. 3 വർഷം കഴിഞ്ഞ് ഇവിടെ ആൾക്കാർക്ക് ഭക്തിയെ കൂടിയെന്ന് തോന്നുന്നില്ല. പിന്നെ വേറെ എന്തായിരുന്നു ഹൈലൈറ്റ്സ് നമ്മുടെ മെയിൻ ട്രിപ്പിന്റെ? വേറെ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഭയങ്കര ആ ഫോഗ് ചലഞ്ചാണ്. അപ്പം ഇനിയും വിന്റേഴ്സിൽ പോകുന്നവർക്ക് ഭയങ്കര ഫോഗ് ലാംപ്സും അങ്ങനത്തെ സെറ്റപ്പ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ടാക്സിക്കാരെ കൊണ്ട് അവരുടെ ബാക്കി പോവാ. റഫറൻസ് വെച്ച് എപ്പോഴും റഫറൻസ് ആണ് എപ്പോഴും. നമ്മളെപ്പോഴും റഫറൻസ് വെച്ച് പോകും. ഒരാളുടെ റഫറൻസ് വെച്ച് കൂടെ മഞ്ഞത്തായാലും ഒരു 50-60 മീറ്റർ ഡിസ്റ്റൻസ് വെക്കുമോ. ആരെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ ലോക്കൽസ് ഉണ്ടാവും, അത്യാവശ്യം വഴി അറിയാവുന്ന ലോക്കൽസ്. അവർക്ക് പോട്ടോൾസും അല്ലെങ്കിൽ സ്ഥിരം വളവുകളും ഒക്കെ അവർക്ക് അറിയാമായിരിക്കും. അതെ, അപ്പൊ അവരെ ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റി. രണ്ടാമത്തെ ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു കല്ലുകൾ. ചുമ്മാ വഴിയിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എവിടെങ്കിലുമൊക്കെ കല്ലും മണ്ണൊക്കെ. അപ്പൊ എന്ത് കണ്ടാലും നമ്മൾ നിർത്തിയോ അല്ലെങ്കിൽ ഒതുക്കിയോ ഒരിക്കലും അത് ക്രോസ് ചെയ്ത് പോകാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. പിന്നെ അത് ഓരോരോ ചിലര് മനപ്പുറം ഇടുന്നവരുണ്ടാവും. പക്ഷെ അത് നമുക്ക് കിട്ടിയത് എനിക്കൊന്ന് ലോറിയുടെ പാർക്കല്ലായിരുന്നു. മൂന്നാമത്തെ സ്ഥലത്തായിരുന്നു പശു ആൻഡ് വണ്ടി. പിന്നെ പ്രശ്നമില്ലാതെ പശുക്കളായിരുന്നു ഹൈവേയിൽ ഏറ്റവും കൂടുതൽ. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു 2 പശു നമ്മുടെ ഫ്രണ്ടിൽ പോയാൽ തന്നെ 100 മീറ്റർ ഫ്രണ്ടിൽ പോയൊരു ബസ് 2 പശു അന്ന് സ്പോട്ടിൽ ഹെഡ്ഷോട്ടായിരുന്നു. അത് ഭയങ്കര നമ്മൾ നേരിട്ട് കണ്ടു. അത് കണ്ടു. പിന്നെ ബസ്സിനും വലിയ ഡാമേജ് വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. പശുക്കളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ കൂട്ട് പശുക്കളൊന്നുമല്ല. ലോറി കണ്ടാലും എന്ത് കണ്ടാലും ചെറിയ പശു, ചില പശുക്കളും ഇതായിരുന്നു സീബ്ര ക്രോസിംഗിലൊക്കെയാണ്. സീബ്ര ക്രോസിംഗ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ സെൻട്രൽ ലൈനിൽ കൂടെ അങ്ങ് നടക്കുക. അതെ, ആ സ്പോട്ടാണ്. എനിക്കത് മഹാരാഷ്ട്രയില് MP പശുക്കളാണ്. ഒരു മനസ്സായിരുന്നു റൂൾസ് ഫോളോ വേറെ പല പല ഫുഡുകളുണ്ട്. എപ്പോഴും നമ്മൾ വലിയ റിച്ച് ഹോട്ടലിൽ കയറുന്നതിനേക്കാൾ എപ്പോഴും ദാബയിൽ കയറുക. പിന്നെ ദാബയിൽ കയറുമ്പം ലോറിക്കാരുടെ അണ്ണന്മാരുണ്ട്. അവർ നല്ല ഹെൽപ്ഫുൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ വഴിയെ പറ്റി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പറയുന്ന പോലെ ഒരു ലോക്കൽ ആൾക്കാരോ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് എപ്പോഴും. എസ്പെഷ്യലി നമ്മൾ ആ വണ്ടി മറ്റേ സിക്കന്ദർസ് ഓൾറെഡി അവര് വേൾഡ് ഫേമസ് ആണ് ഈ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. സിക്കന്മാര് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അവര്. നമ്മുടെ റേഡിയേറ്റർ സെറ്റ് ആക്കി തന്നു. ഫാൻ ഡാമേജ് പിന്നെ വേറെ എന്താണ് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ എന്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് വെച്ചാൽ ദാബയിലൊക്കെ പോകുമ്പോൾ പന്ന ഫുഡ് കിട്ടും, അല്ലെങ്കിൽ വയറ് പ്രശ്നമാകും. പക്ഷെ ആ ഫിയറും കംപ്ലീറ്റ്ലി ഏറ്റവും ഫ്രഷ് ഫുഡായിരുന്നു ദാബയിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ സാറിന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഒന്നും ഫേസ് ചെയ്യണ്ടോ. നല്ല ഫുഡ് നല്ല ലൈഫ് കയറി നിന്നിട്ടാണ് നമ്മൾ കൂടെ. അതെ, അത്രയും സ്വാതന്ത്ര്യമായിരുന്നു അവരെല്ലാം. ദാബകളിലെല്ലാം നല്ല സ്വാതന്ത്ര്യം.
താപമല്ലൊക്കെ വെൽക്കമിങ് ആയിരുന്നു. പിന്നെ കുറെ താപകളിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വരും. നമുക്ക് നല്ല സൈറ്റ് സീരീസ് കിട്ടി. ആ ലാസ്റ്റ് ഒരു ബഷീറിലൂടെയും കർണാടകയിൽ വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെ വീടെത്താറായി ജംഗ്ഷനുള്ളിൽ. എന്താണ് എക്സ്പീരിയൻസുകൾ? മൈനാഗപ്പള്ളി ജംഗ്ഷൻ എത്തി. മൈനാഗപ്പള്ളി ജംഗ്ഷന് 5 കിലോമീറ്റർ ആ തേവലക്കര വെച്ചേക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. പിന്നെ ഇതുണ്ടോ, ട്രെയിനുണ്ടോ? ഇതെന്ത് പുറകെ കിടക്കുന്നു? കുറേ കിടക്കുന്നു. ആ ട്രെയിൻ ആയതുകൊണ്ട് ഇതെന്ത് അവിടെ എവിടെ കിടക്കുന്നു? തിരിച്ചു പോകണം. പെർമനന്റ് ആയിട്ട് വല്ലതും ക്ലോസ് ചെയ്തിട്ടേക്കണം. ആണല്ലോ. റെഡാണ്. അയ്യോ ബെസ്റ്റ് കണ്ടാ ബെസ്റ്റ് ഇല്ലേ? എന്താ ഓ ഈ ഒരു ട്രെയിനിൻ്റെ വിഷയം കിട്ടി അവസാനം നാളെ എത്തിയപ്പോഴും. ആ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് പറയാനില്ല. അവസാനം വേറെ എന്താ പറയാനുള്ളത്? ബോറാണോന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. ആദ്യത്തെ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. പനിയൊക്കെ പിടിച്ചൊരു ചെറിയ ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ ആര് ചെയ്യുമോ? അതെ അതെ. അല്ല പിന്നെ എല്ലാ 2 ദിവസം സ്റ്റേ ഭയങ്കര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാവ് വൈബ് നല്ലതായിട്ട് ഭയങ്കര ഒരു ഗാവ് പഠിക്കാൻ കിട്ടി. പഠിക്കാനും കുറെ കോൺവെർസേഷൻസ് അവിടെ ചെയ്യാൻ പറ്റി. പിന്നെ കല്യാണമൊക്കെ ഒഴിവായി. ഒരു കല്യാണം ഒഴിവായി കിട്ടി. ഗേറ്റ് ഓപ്പണായി. ഈ വണ്ടികളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ മൈനാഗപ്പള്ളി സ്റ്റേഷൻ കഴിഞ്ഞു. അല്ല എന്തോ റെയിൽവേ ക്രോസ് കഴിഞ്ഞു. പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞാണ്ട് ഇതിനകത്തൂടെ കയറാൻ പറ്റും. അവിടെ പോയി ഇതിനകത്തൂടെ ഇരിക്കാൻ ഒരു കൊച്ചു വഴിക്കണം. ഞാൻ ഇതിനെ കൊണ്ട് വന്നപ്പോഴാണ് ഇതുപോലെ ദിവസം പണി നടന്നപ്പോൾ ആരോ പറഞ്ഞിരുന്നു അതൊക്കെ വിടും. നമ്മുടെ ട്രിപ്പിന്റെ ഒരു ഫൈനൽ നോട്ട് എങ്ങനെയായിരുന്നു? എല്ലാം ഹാപ്പി ആയിരുന്നു. എല്ലാം ഹാപ്പി ആയിരുന്നു. സേഫായിട്ട് എല്ലാം പ്ലാൻ പോകുന്നെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു 3000 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു ടോട്ടൽ ട്രിപ്പിലേക്ക്. വേണമെന്ന് വെച്ചാൽ 3.5 days കൊണ്ട് കവർ ചെയ്യാം. ഇതാണ് പുതിയ അത്യാവശ്യം കവർ ചെയ്ത് അത്യാവശ്യം ഓടിച്ച് ഇതാണ് പുതിയ പാലം. വൃത്തികെട്ടൊരു പാലം. പാലില്ലാത്തതും ഉള്ളതും കണക്കാണല്ലോ. ഇതിൽ നല്ലത് പാലം ഇല്ലാത്തതായിരുന്നു. നല്ല പാലം ഇല്ലാത്തായിരുന്നു. പിന്നെ 1000 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. നമ്മുടെ കുറച്ചുകൂടെ ചുറ്റി 543 കിലോമീറ്റർ കവർ ചെയ്തല്ലോ. ഏകദേശം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 69 to 700 ഒക്കെ കവർ ചെയ്യും ഇവിടെ. അത് അത്യാവശ്യം വലിയ ടയറിങ് ആവത്തില്ല. ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇപ്പോൾ 2942. 2942 നമ്മുടെ ഡൽഹി ടു നമ്മുടെ വീടൊക്കെ കൊല്ലത്ത് ആയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ലോങ് റൂട്ട് എടുത്ത് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സിനെ കാണാൻ പോകണമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മധ്യഭാഗത്തോടെ തന്നെ നേരെ ഇങ്ങ് വന്നേനെ. നമ്മളൊരു സെൻട്രൽ ഇന്ത്യയുടെ ഒരു വര വരച്ചിട്ടാണ് വന്നത്. നടുക്കൂടെ വര വരച്ച വന്ന ഒരു റൂട്ട് സ്കീമായിരുന്നു. അപ്പം ഇനിയും ഒരു ട്രിപ്പ് കൂടെ ചെയ്യണമെന്നുണ്ട്. അത് നമ്മുടെ കോങ്കൺ റൂട്ട് വഴി നല്ലൊരു ക്ലൈമറ്റിൽ വേറൊരു വണ്ടിയായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ട്രിപ്പ് ഓവറായില്ലേ. ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പാഞ്ഞു പോകുകയാണ്. മറ്റേ കപ്പും സോസ്ത്രവും എന്തൊക്കെ മേടിച്ചോണ്ട് പോവുക. നമ്മുടെ വലിയ പള്ളി ഇവിടുത്തെ ലാൻഡ് മാർക്കാണ്. ചെന്ന് കയറി അവളെ പഞ്ഞിക്കിടുക, ഗ്ലാസ് ഇട്ട് തല്ലി പൊട്ടിക്കുക. ഗ്ലാസ് അവിടെ മുമ്പ് ഇട്ട് തല്ലി പൊട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്കീം. നമ്മുടെ ഇതാണ് പൈപ്പ് റോഡ്. അവനൊരു 20 നിമിഷങ്ങളിൽ നിന്നൂടെ. ഇത്രയും നമ്മള്
തുണികളെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. സെറ്റാക്കിയോ ഒതുക്കി മുട്ടെടുക്ക് ഫ്രം ഡൽഹി ടു അടി 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 എന്റെ ചക്കടെ കുട്ട